ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ജു. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയുടെ പാർട്ട് 5 വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടി പറയാം, എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടാതെ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ പാർട്ട് 5 വീഡിയോയിൽ എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും പറഞ്ഞു വിളിക്കാം. ജ്യൂസ്, ഷേക്ക്, നമ്മൾ ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നനുസരിച്ച് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം. ഞാനത് ഒരു അടിപൊളി ഡ്രിങ്കായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യം തന്നെ പറയാം, വൈറ്റമിൻസിൻ്റെ കലവറയാണിത്. നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഇതുകൊണ്ടുണ്ടാവും. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാനും, അതായത് ചെറിയ രീതിയിലുള്ള ഒരു ടോൺ ചേഞ്ച് വരുത്താനായിട്ടും ഈ ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമുക്കിത് കുടിക്കാവുന്നതാണ്. ഡെയിലി കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഡെയിലി കുടിക്കാൻ പറ്റുന്നവരായിരിക്കില്ല ഒട്ടുമിക്ക ആൾക്കാരും. അതുകൊണ്ടാണ് പറയുന്നത്, ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഡ്രിങ്ക് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഏതെങ്കിലും ഒരു നേരം, രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ, നമുക്ക് ഏത് ടൈമാണ് ആപ്റ്റായിട്ട് കിട്ടുന്നത് ആ ഒരു ടൈമിൽ ഈ ഡ്രിങ്കും കൂടി നമ്മുടെ ഫുഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുടിക്കേണ്ടതാണ്. ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, അതുപോലെ ഫൈബേഴ്സ് ഉണ്ട്. നമ്മുടെ വയറ് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡ്രിങ്ക് എന്താണെന്ന് കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരുപാട് ഇൻട്രഡക്ഷൻ കൊടുത്ത് ബോറാക്കുന്നില്ല. നമുക്ക് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്യാരറ്റാണ് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ക്യാരറ്റ് ഒരുപാട് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. അതിന് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് പറയണത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒട്ടും തന്നെയും ചേർക്കാതെയാണ് ആദ്യം ഞാൻ അരച്ചെടുത്തത്. അരച്ച് കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നന്നായിട്ട് അരഞ്ഞ് കിട്ടാനും അതിൻ്റെ നാരുകളെല്ലാം നഷ്ടപ്പെടാതെ കിട്ടാനുമായിട്ടാണ്. ഇല്ലെങ്കിൽ അതിൽ തരി പോലെ കിടക്കുന്ന കാണുമ്പോൾ നമ്മളത് അരിച്ച് കളയും. അപ്പോൾ അതിൻ്റെ ഫൈബേഴ്സ് എല്ലാം അരിച്ച് കളയുന്നതിൽ പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അരിക്കാതെ തന്നെ അത് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന ഹണിയാണ് കേട്ടോ. പഞ്ചസാര ഒട്ടും തന്നെയും ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് ചെറിയൊരു മധുരത്തിന്, അതുപോലെ ആ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചച്ചവ മുന്നിൽ നിൽക്കാതിരിക്കാനും വേണ്ടിയാണ് ഹണി ചേർത്ത് കൊടുക്കുന്നത്. ശേഷം അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ മോള് ഇതിലെ പാദസരം കിലുക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്, അതാണ് ഈ കിളികിലിയെന്ന് ഒച്ച കേൾക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രിങ്ക്. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ, വളരെ സിമ്പിളാണല്ലേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഡ്രിങ്കാണ്. അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഇനി അധികം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ക്യാരറ്റ് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ്, നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് തരുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ ക്യാരറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് അരിക്കാതെ കുടിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക, കാരണം അതിനകത്തുള്ള ഫൈബേഴ്സ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അരിച്ച് കളയുകയാണെങ്കിൽ അതിൻ്റെ ഫൈബേഴ്സ് നമ്മൾ അരിച്ച് കളയുന്ന കൂട്ടത്തിൽ പോകും. അപ്പോൾ അരിക്കാതെ അങ്ങനെ തന്നെ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കുക. ടേസ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ ഷുഗർ തീർത്തും അവോയ്ഡ് ചെയ്യുക, പഞ്ചസാര ഇടുകയേ ചെയ്യരുത് കേട്ടോ. അതിനാണ് ഞാൻ ഓൾട്ടർനേറ്റീവായിട്ട് ഹണി കാണിച്ചു തന്നത്. അതും ഇല്ലാതെ കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ പിന്നെ അത് കാണിച്ചു തന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ക്യാരറ്റിൻ്റെ ഒരു പച്ചച്ചവയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ. കാരണം ചിലർക്കത് ഇഷ്ടമുണ്ടാവില്ല. ചിലർക്ക് ഈ ക്യാരറ്റിൻ്റെ പച്ചച്ചവ വരുന്നതിനെക്കാട്ടിന് ആ ഒരു ചെറിയ ഇഞ്ചി ഫ്ലേവർ വരുമ്പോൾ അത് നല്ലതായിട്ട് വരും. അതുകൊണ്ടാണ് അതും കൂടി ഞാൻ കാണിച്ചു തന്നത്. പച്ചയ്ക്ക് ക്യാരറ്റ് മാത്രമായിട്ട് അരച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്.
ലാസ്റ്റ് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് അതിൻ്റെ ഫൈബേഴ്സ് എല്ലാം നമുക്ക് വയറ്റി ചെല്ലുന്ന രീതിക്ക് ആയിക്കോളല്ലോ. ഇല്ലെങ്കിൽ നമ്മളത് അരിച്ച് കളയുമ്പോൾ ഇത് അത്ര നല്ലതായിരിക്കില്ല. കാരണം അതിനകത്തുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ ആ അരിച്ച് കളയുന്ന വഴി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രിങ്ക്. അടിപൊളിയല്ലേ, നല്ല കളറൊക്കെയാണ്, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു കളറിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കുടിക്കാം. അതിൻ്റെ ഒട്ടും അരിച്ചിട്ടില്ല കേട്ടോ. അതിനകത്തുള്ള ചെറിയ ചെറിയ തരിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ കഴിക്കണം. അരിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി സത്ത് നഷ്ടപ്പെട്ടു പോകണം. അതുകൊണ്ടാണ് അരിച്ച് കളയരുതെന്ന് പറയുന്നത്. ഇങ്ങനെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും ഭയങ്കര ബെനിഫിറ്റ് നൽകുന്ന ഒരു ഡ്രിങ്കാണ്. അതുകൊണ്ടാണ് അരിച്ച് കളയരുതെന്ന് പ്രത്യേകം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. ഞാൻ ഇഞ്ചിയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളല്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിത് കുടിക്കാൻ ഇച്ചിരി താമസം വരുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ, കാരണം ഒരുപാട് പേർക്ക് ഈ പച്ചച്ചവേനെക്കാട്ടിലും ഇഷ്ടമായ ഇഞ്ചിയുടെ ഫ്ലേവർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തന്നത്. പക്ഷേ എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. വളരെ കുറച്ച് ചേർക്കാട്ടോ. അങ്ങനെയുള്ളവർ ടേസ്റ്റ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ചേർക്കുക ഇഞ്ചിയൊക്കെ. അല്ലെങ്കിൽ നിങ്ങളിത് പച്ചയ്ക്ക് തന്നെ അരച്ച് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ശോകമാണ് അവസ്ഥ. എങ്കിലും പറയാലോ, ഹെൽത്തിയാണ്, അടിപൊളിയാണ്, നല്ല റിസൾട്ട് തരുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റിസൾട്ട് ഇഷ്ടപ്പെടും. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ആദ്യം കുടിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. അത് കാര്യമാക്കണ്ട. ചെറിയ പ്രോബ്ലം ഉണ്ടാവും, അത് മൈൻഡ് ആക്കണ്ട. നമ്മൾ റെഗുലറായിട്ട് കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് കിട്ടുന്ന റിസൾട്ട് കാണുമ്പോൾ നമ്മളത് പിന്നെയും പിന്നെയും ഉണ്ടാക്കി കുടിച്ചു പോകും. ഇന്നത്തെ വീഡിയോ വളരെ ചെറുതാണ് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് നല്ല നല്ല ഡ്രിങ്കുകൾ വേറെയും ഉണ്ട്. ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈമിൽ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെയുള്ള ഡ്രിങ്കുകളുണ്ട്. അതുപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്കും അത് യൂസ്ഫുള്ളായിരിക്കും. അങ്ങനെ പറഞ്ഞു തരുന്നതായിരിക്കും എനിക്ക് സിമ്പിളും. അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ എളുപ്പം അങ്ങനെയായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഓരോന്നായിട്ട് ഓരോ പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വളരെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഉറപ്പുള്ള കാര്യമാണ്, ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് ചെയ്യില്ല. കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.